നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,496ാമത്തെ ദിവസമാണ്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 കന്നിമാസം 27-ാം തീയതി. ശകവർഷക്കണക്കനുസരിച്ച് 1947 ആശ്വിന മാസം 21-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ മാസം 13-ാം തീയതിയാണ്. ഇന്ന് തിഥി വരുന്നത് കൃഷ്ണപക്ഷത്തിലെ സപ്തമി തിഥിയാണ്. ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയത്താണ് സപ്തമി തിഥിയുള്ളത്. അതിനുശേഷം അഷ്ടമിയാണ്. നക്ഷത്രം വരുന്നത് തിരുവാതിര നക്ഷത്രമാണ്. അത് ഉച്ചയ്ക്ക് 12:26 വരെയുള്ള സമയത്താണ്. അതിനുശേഷം പുണർദം നക്ഷത്രം വരുന്നു. കരണം വരുന്നത് സിംഹകരണമാണ്. ഉച്ചയ്ക്ക് 12:24 വരെയാണ് സിംഹകരണം. നിത്യയോഗം പരിഘനാമ നിത്യയോഗമാണ്. അത് 8:10 വരെയാണ് രാവിലെ. ഞാറ്റുവേല വരുന്നത് ചിത്തിര ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണ അയനമാണ്. ഇന്ന് ദിവസം തിങ്കൾ, ചന്ദ്രൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:15:31 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:04:40 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 49 മിനിറ്റ് 9 സെക്കൻഡാണ്. ഇതൊക്കെ മധ്യകേരളത്തിലേതാണ്. ഉദയാസ്തമയങ്ങളും ദിനമാനവും പറയപ്പെട്ടിട്ടുള്ളത്. ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം തെക്കോട്ടും വടക്കോട്ടും പോകുന്തോറും ഇതിന് ഉണ്ടാകും. ഇന്ന് രാഹുകാലം വരുന്നത് രാവിലെ 7:44 തുടങ്ങി 9:12 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് ഉച്ചയ്ക്ക് 1:38 തുടങ്ങി 3:07 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് രാവിലെ 10:41 തുടങ്ങി 12:10 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ ശുഭകാര്യങ്ങൾക്ക് വർജ്യങ്ങളായിട്ടുള്ളതാണ്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 11:46 തുടങ്ങി 12:08 വരെയുള്ള സമയത്തും തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ചിട്ട് 12:12 മുതൽക്ക് 12:34 വരെയുള്ള സമയത്താണ്. ഈ അഭിജിത്ത് മുഹൂർത്തത്തിൽ മറ്റ് മുഹൂർത്തങ്ങളില്ലെങ്കിൽ ഇതൊരു സുമുഹൂർത്തമായിട്ട് പക്കം തിഥി മുതലായവ നോക്കാതെ ചെയ്യാവുന്നതാണ് എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് വൃശ്ചിക കൂറുകാർക്കാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം, തൃക്കേട്ട ഈ നാളുകാർക്കാണ്. അവർക്ക് 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമല്ല. അവർ പ്രധാനപ്പെട്ടതായ ശുഭകർമ്മങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുക, പ്രധാനപ്പെട്ട യാത്ര ഇതെല്ലാം വർജിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് തിരുവാതിര നക്ഷത്രമാണ്. ഒരു ശുഭനക്ഷത്രമല്ല. ബന്ധനം, അതുപോലെ ശത്രു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വിഷം, അഗ്നി, ശസ്ത്രം മുതലായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ വിദ്യാരംഭത്തിന് അനുകൂലമായിട്ടുള്ള ദിവസമാണ്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ദിവസമല്ല. കൃഷ്ണപക്ഷത്തിലെ സപ്തമിയാണ് തിഥി. ഗജകൃത്യം, അതുപോലെ വിവാഹാദി കാര്യങ്ങൾ, സംഗീതം, ഭൂഷണം ധരിക്കുക, അതുപോലെ യാത്ര, നൂതന വസ്ത്രധാരണം ഇതൊക്കെയും അനുകൂലമായിട്ടുള്ളതാണ്. എങ്കിലും നക്ഷത്രം അനുകൂലമല്ലാത്തതിനാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിരിക്കുന്നു. നമസ്കാരം.